നമ്മൾ പോലും അറിയാതെ നമ്മുടെ എക്കണോമിയിൽ ക്യാൻസർ പോലെ സ്പ്രെഡ് ആവുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ് കോർപ്പറേറ്റ്സ് എല്ലാ സെഗ്മെന്റിലും മൊണോപ്പൊളൈസ് ചെയ്യുന്നത് മൂലം ഈ ചെറുകിട സ്ഥാപനങ്ങൾ ഇല്ലാതാവുന്നത്. ചെറുകിട സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യകതയും അവർ എക്കണോമിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോടികൾ മുതൽ മുടക്കി വരുന്ന വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ എക്കണോമിക്ക് ആവശ്യമാണെങ്കിലും അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് ഈ ചെറുകിട സ്ഥാപനങ്ങളും. കോടികൾ മുതൽ മുടക്കി വരുന്ന ലാർജ് സ്കെയിൽ സ്ഥാപനങ്ങളിൽ 100-100 എംപ്ലോയ്മെന്റ് ജനറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ തുച്ഛമായ മുതൽ മുടക്കിൽ നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങുന്ന ചെറുകിട സ്ഥാപനങ്ങൾ ചിലപ്പോൾ ഒരു 10-15 ലക്ഷത്തിലൊക്കെ തുടങ്ങുന്ന തട്ടുകടകളോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പുകളോ ഒക്കെ തന്നെ ആ സ്ഥാപനത്തിനുള്ളിൽ ഒരു 3-4 എംപ്ലോയ്മെന്റ് ക്രിയേഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വേഴ്സസ് എംപ്ലോയ്മെന്റ് ക്രിയേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ചെറുകിട സ്ഥാപനങ്ങളായിരിക്കും ആ റേഷ്യോയിൽ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേസമയം ഇൻകം ജനറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറുകിട സ്ഥാപനങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം പല ഫാമിലികളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. കോർപ്പറേറ്റുകൾ പോലെ ഏതെങ്കിലും ഒരു ചെറിയ ശതമാനത്തിലേക്ക് മാത്രമല്ല ഇൻകം പോകുന്നത്. മാത്രമല്ല നമ്മൾ കൊറോണയുടെ സമയത്തൊക്കെ ഈ ചെറുകിട സ്ഥാപനങ്ങളുടെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനിയിപ്പോൾ നാട്ടിൽ എന്തെങ്കിലും സാംസ്കാരികപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്ന ഈ ചെറുകിട സ്ഥാപനങ്ങളെ മാത്രമാണ്.